Hi everyone, this is Yevin Say from Evika. ഇന്നത്തെ നമ്മുടെ ആപ്പിൾ ന്യൂസ് സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസിനെ പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ iOS 17.4 ഒരു പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ പുതിയ ബേറ്റാസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം പുതിയ ലീക്സ് ആൻഡ് റൂമേഴ്സ് ലഭിക്കും. ഈ iOS 17.4 അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇറങ്ങിയ tvOS ഒരു ചെറിയ റെഫറൻസ് നമുക്ക് വന്നിട്ടുണ്ട്. പുതിയൊരു ഹോം പോഡ് വരുന്നുണ്ട്. ആ ഒരു ഹോം പോഡിൽ സ്ക്രീനും വെച്ചുകൊണ്ട് നമുക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാൻ പാടാത്ത ഒരു പുതിയ ഇൻഫർമേഷൻ തരാം. ഈ ഹോം പോഡിൽ വർക്ക് ചെയ്യുന്ന സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ടി വിയിലും റൺ ചെയ്യുന്നത്. അതായത് tvOS തന്നെയാണ് ഹോം പോഡിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഹോം പോഡിൻ്റെ പേരിലായതുകൊണ്ടാണ് ഹോം പോഡ് OS എന്ന് വിളിക്കുന്നത്. സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെയിം ഇൻ്റഗ്രേഷൻ തന്നെയാണ് ടി വിയിലും ഹോം പോഡിലും. ആപ്പിൾ യുവിന് വേണ്ടി കുറേയധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാറുണ്ട്. ഒന്നാമതാണ് നമ്മുടെ ആപ്പ് സ്റ്റോർ എന്ന് പറയുന്നത്. സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി 17.4 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ വന്നൊരു കാര്യമായിരുന്നു iMessage ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ആപ്പിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു iMessage യൂറോപ്യൻ യൂണിയനിൽ അത്ര ഫേമസ് അല്ല. എന്താണ് ഞാൻ ഈ കൈകൊണ്ടിനാണ് ചോദിക്കുന്നത് എന്തിനാവട്ടെ. സോ ഈ ഓപ്ഷൻ അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ട് തന്നെ ആപ്പിളിൽ iMessage ഓപ്പൺ ചെയ്യേണ്ടതെന്നായിരുന്നു ആപ്പിളിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് എന്താ പറയുക, ഓക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ യുവിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ iMessage ഇപ്പോഴൊന്നും യുവിന് അല്ലെങ്കിൽ ബാക്കി സ്ഥലത്തും ഓപ്പൺ ആക്കി കൊടുക്കില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ടെസ്ല എന്ന കാറിൽ അൾട്രാ വൈഡ് ബാൻഡിൻ്റെ ഒരു ചിപ്പ് ഘടിപ്പിക്കാൻ പോവാണ്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ കീയും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആക്കാനും അവൈലബിൾ ആക്കാനുള്ള ഓപ്ഷൻ ടെസ്ലയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ iPhone 11 മുതൽ പൊക്കത്തേക്കുള്ള എല്ലാ ഫോണിലേക്കും അൾട്രാ വൈഡ് ബാൻഡ് ചിപ്സെറ്റ് നമുക്ക് തരുന്നുണ്ട്. സോ പുറത്തുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ ടെസ്റ്റിലുള്ള കൂട്ടുകാർക്ക് ഈ പറഞ്ഞ അൾട്രാ വൈഡ് ബാൻഡിൻ്റെ ആ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുടെ ഫോണിൽ തന്നെ അവരുടെ കാറുകളിലെ കീ, അതേപോലെ കാറിൻ്റെ കീ ട്രാൻസ്ഫോർമേഷൻ, അതേപോലെ കീ ട്രാൻസ്ഫറിങ് എല്ലാ കാര്യങ്ങളും സീംലെസ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു കമ്പനിക്കും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം ചെയ്യാറില്ല. ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം. കാരണം ആപ്പിളിൻ്റെ ഹലോ വാൾപേപ്പർ, ആ ഒരു വാൾപേപ്പർ ആ ഒരു iMacന് വേണ്ടി മാത്രമാണ് ആപ്പിൾ സെറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം സൂപ്പർ ബൗൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു റഗ്ബിയുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഒരു ഗെയിമിൽ ഹാഫ് ടൈം ആയ സമയത്ത് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ആപ്പിൾ മാപ്പിൽ ആ ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ ജസ്റ്റ് സൂമിൻ ചെയ്താൽ ആ ഒരു മാപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആപ്പിൾ മാപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാഫ് ടൈം എന്ന്. അത്ര ഡീറ്റെയിലിംഗ് ആരും നോക്കില്ല. എന്നാൽ പോലും ആ ഒരു ഡീറ്റെയിലിംഗ് ഇപ്പോഴും ആ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് തന്നെയാണ് ഈ പറഞ്ഞ ആപ്പിൾ എന്ന കമ്പനിയിൽ ഏറ്റവും വലിയ ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത്. നമ്മുടെ 2024 മാർച്ചിൽ പുതിയ ഒരു ഡിവൈസ്, അതായത് ഐപാഡിൻ്റെ ഒരു പുതിയ ഡിവൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഐപാഡിൽ ഫുൾ റീഡിസൈനിങ്ങും പുതിയ ഒരു ആപ്പിൾ പെൻസിലിൻ്റെ ജനറേഷനും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് തിന്നറായിട്ടുള്ള ബെസൽസും നല്ല ഒരു ഡിസ്പ്ലേയും ഈ പറഞ്ഞ ഐപാഡ് ലഭിക്കാനും ചാൻസ് ഉണ്ട്. ആപ്പിൾ ഫോൾഡബിൾ ഡിവൈസ് ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇപ്പോഴും കുറേ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ആരും അറിയാതെ ഈ പറഞ്ഞ ആപ്പിൾ എന്ന കമ്പനി ഫോൾഡബിൾ ഡിവൈസ് ട്രൈ ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടെസ്റ്റ് നടത്തുമ്പോൾ ഫോൾഡബിൾ ഡിവൈസിന് കുറേയധികം പ്രശ്നങ്ങൾ, ഡിസ്പ്ലേയിൽ കുറേയധികം പ്രശ്നങ്ങൾ ടെസ്റ്റിൽ വരുന്നതുകൊണ്ടാണ് ആപ്പിൾ ആ ഒരു ടെസ്റ്റ് ഇപ്പം നിർത്തി വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫോൾഡബിൾ ഡിവൈസിന് ആരാ ഡിസ്പ്ലേ കൊടുക്കുന്നത് അറിയാമോ? സാംസങ്. അതെ, ആ ഒരു കമ്പനിയാണ് ഈ പറയുന്ന ഫോൾഡബിൾ ഡിവൈസിനും ആപ്പിളിന് ഡിസ്പ്ലേ കൊടുക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ഒരു ഡിവൈസിനും ആ ഒരു ടെസ്റ്റ് പാസ്സാവാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ ഫോൾഡബിൾ ഡിവൈസ് ആപ്പിൾ മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്കോ ഇറക്കാത്തത്. ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെൻറ്റ് പബ്ലിക് റിയാക്ഷൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ഒന്ന് നമ്മുടെ ആപ്പിൾ മ്യൂസിക്, സ്പോട്ടിഫൈ, സൗണ്ട് ക്ലൗഡ്, യൂട്യൂബ് മ്യൂസിക് എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസ് നമുക്കുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം നമ്മുടെ വീഡിയോയിൽ തൊട്ടതാത്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ആപ്പിൾ മ്യൂസിക്കാണ്. സോ അതിൽ കുറേയധികം കാര്യങ്ങളും കുറേയധികം എന്താ പറയുക നല്ല വശങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഇതേപോലെ പുതിയ വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജെവിൻ ഫ്രം എവിക്ക.